പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നീക്കാൻ പറ്റാത്ത ഒരു ഭയവുമില്ല. അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ ശരിയാണ്. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇവരെ കാണുമ്പോൾ പേടിയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നുകിൽ നമ്മളും അവരുമായിട്ട് കൂടിച്ചേരാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അതിന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ഭയം കൊണ്ട് എനിക്ക് അവരെ കാണാൻ പേടിയാണ്, സംസാരിക്കാൻ പേടിയാന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് മനസ്സിലാക്കി ആ കുറവിനില്ലാതാക്കിക്കൊണ്ട് അവർ നമുക്ക് മീറ്റ് ചെയ്യാൻ പോയാൽ എൻ്റെ ഉള്ളൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യപ്പെടും. കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഭയത്തെ അതിജീവിക്കാനുള്ളതായിരിക്കുന്ന ഒന്നാമത്തെ മെത്തേഡ്. ഇത് ഇപ്പോൾ നമ്മളുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ ഭയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. ഇനി മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട്. ഓൾറെഡി നമ്മളുള്ളിൽ റെക്കോർഡായി പോയതായിരിക്കുന്ന കുറേ ഫയലുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് നമുക്ക് ഇത് തിരിച്ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ളതായിരിക്കുന്ന പ്രായമാവും മുന്നേ ഒരു വിളക്ക് കൊളുത്തി വെച്ചിരിക്കുകയെന്ന് വിചാരിക്കൂ. അവർ കുഞ്ഞ് പോയി പതുക്കെ ആ വിളക്കിനെ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വിളക്കിനെ തൊട്ടില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ അമ്മ കാണുക പെട്ടെന്ന് കുട്ടി ആ വിളക്ക് പിടിക്കാൻ പോകണമല്ലോ. സ്വാഭാവികമായിട്ട് അമ്മമാർ മോനേന്ന് ഉറക്കെ വിളിച്ചു പോകും. അമ്മയുടെ ഉള്ളിലെ ഭയം നിറഞ്ഞതായിരിക്കുന്ന ശബ്ദം.